ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. വാട്ട് ഈസ് എ സൊല്യൂഷൻ? എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ കണ്ടെയ്നിങ് ടു ഓർ മോർ കമ്പോണൻസ്. അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് ടു ഓർ മോർ കമ്പോണൻസ്. രണ്ടോ അതിലധികമോ കമ്പോണൻസ് കൂടിച്ചേർന്നുണ്ടാകുന്ന ഹോമോജീനസ് മിക്സറിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻസ്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോമോജീനസ് മിക്സറും ഹെട്രോജീനസ് മിക്സറും. സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട്, എല്ലാ ഭാഗത്തും ഒരേ കോമ്പോസിഷൻ ആണെങ്കിൽ, ഒരേ അനുപാതമാണെങ്കിൽ അത്തരത്തിലുള്ള മിക്സേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് മിക്സർ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹോമോജീനസ് മിക്സറാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സേഴ്സ് കണ്ടെയ്നിങ് ടു ഓർ മോർ കമ്പോണൻസ്. ജനറലി ദ ടു കമ്പോണൻസ് ആർ, അതായത് ടു ഓർ മോർ കമ്പോണൻസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സാധാരണയായി രണ്ട് കമ്പോണൻസിൻ്റെ പേരുകൾ, ഒന്നാമത്തത് സൊല്യൂട്ട്, രണ്ടാമത്തത് സോൾവെൻറ്റ്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. സോ രണ്ട് കമ്പോണൻസിൻ്റെ പേര് സൊല്യൂട്ട്, രണ്ടാമത്തതിൻ്റെ പേര് സോൾവെൻറ്റ്. സോ വാട്ട് ഈസ് എ സൊല്യൂട്ട് അല്ലെങ്കിൽ വാട്ട് ഈസ് എ സോൾവെൻറ്റ്? ദെൻ ദ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സോൾവെൻറ്റ്. ഒരു സൊല്യൂഷനിൽ ലാർജർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ ക്വാണ്ടിറ്റി കാണപ്പെടുന്ന കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്, കൂടുതൽ കാണപ്പെടുന്ന ഭാഗം. അപ്പോൾ എന്താ സൊല്യൂട്ട്? വൺ ഓർ മോർ കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ അതർ ദാൻ സോൾവെൻറ്റ് ആർ കോൾഡ് സൊല്യൂട്ട്. സോൾവെൻറ്റ് അല്ലാതെ മറ്റ് കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അവരെല്ലാം നമുക്ക് സൊല്യൂട്ട് എന്ന് വിളിക്കാം. അപ്പോൾ സൊല്യൂട്ട്, സോൾവെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ പറയാം. ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ സൊല്യൂട്ട് എന്നും ഡിസോൾവ് ചെയ്യിക്കുന്ന സബ്സ്റ്റൻസിനെ സോൾവെൻ്റ് എന്നും വിളിക്കാം. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സൊല്യൂട്ട് ആൻഡ് ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. സിമ്പിളായിട്ട് നമുക്ക് ഗ്രേറ്റർ ക്വാണ്ടിറ്റി എന്നും ലെസർ ക്വാണ്ടിറ്റി എന്നും ഉപയോഗിച്ച് പറയാം. സോ വാട്ട് ഈസ് സൊല്യൂട്ട്? സൊല്യൂട്ട് മീൻസ് ലെസർ ക്വാണ്ടിറ്റി, സോൾവെൻറ്റ് മീൻസ് ഗ്രേറ്റർ ക്വാണ്ടിറ്റി. സോ വാട്ട് ഈസ് എ സൊല്യൂഷൻ? Solutions are homogeneous mixtures containing two or more components. Generally, which are the two components? Solute and solvent. The component that is present larger quantity is called solvent and lesser quantity is called solute. Okay. ദെൻ ബൈനറി സൊല്യൂഷൻസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് പഠിക്കുന്നത് ബൈനറി സൊല്യൂഷൻസും അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഒരു ബൈനറി സൊല്യൂഷൻ? പേരിനകത്തുണ്ട് ബൈ. ബൈ മീൻസ് രണ്ട്. ബൈനറി സൊല്യൂഷൻസ്. വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് എ ബൈനറി സൊല്യൂഷൻ? എ സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ടു കമ്പോണൻസ്. രണ്ട് കമ്പോണൻസ് ചേർന്നുണ്ടാകുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. സോ ബൈനറി സൊല്യൂഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സൊല്യൂഷൻ്റെ ഡെഫിനേഷനോട് ചേർത്ത് പറയാം. ഇറ്റ് ഈസ് എ ഹോമോജീനസ് മിക്സർ കണ്ടെയ്നിങ് ഓൺലി ടു കമ്പോണൻറ്റ്സ്. രണ്ട് കമ്പോണൻറ്റുകൾ ചേർന്നുണ്ടാകുന്ന ഹോമോജീനസ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. ഓക്കെ. ദെൻ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സാൾട്ട് സൊല്യൂഷൻ. സാൾട്ട് സൊല്യൂഷൻ ഉപ്പുവെള്ളം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ രണ്ട് കമ്പോണൻറ്റ് സാൾട്ട് പ്ലസ് വാട്ടർ. അപ്പോൾ ഈ സാൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താ ശ്രദ്ധിച്ച്, ഒരു ബീക്കറിൽ നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ വാട്ടറിനകത്തേക്ക് നമ്മൾ സോൾട്ടിനെ ആഡ് ചെയ്യുന്നു. നന്നായിട്ട് ഡിസോൾവ് ചെയ്യിക്കുന്നു. നമുക്ക് സോൾട്ട് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഒരു ഗ്രേറ്റർ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തേക്കുന്നത് വാട്ടറാണ്, ലെസർ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്തത് സോൾട്ടാണ്. സോ വാട്ടർ ഈസ് ദ സോൾവെൻറ്റ് ആൻഡ് സോൾട്ട് ഈസ് ദ സൊല്യൂട്ട്. അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സോൾട്ട് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഇതെല്ലാം നമ്മുടെ ബൈനറി സൊല്യൂഷനുള്ള മറ്റ് എക്സാമ്പിൾസ് ആണ്. സോ വാട്ട് ഈസ് എ ബൈനറി സൊല്യൂഷൻ? എ സൊല്യൂഷൻ മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി ടു കമ്പോണൻറ്റ്സ്. രണ്ട് കമ്പോണൻറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സൊല്യൂഷൻസ് അഥവാ ഹോമോജീനസ് മിക്സേഴ്സിനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. ഓക്കെ. അടുത്തതായി ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ. Depending on the physical state of each component, the solutions can be classified into three categories. അതായത് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻസിനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ. ആ മൂന്ന് ക്ലാസിഫിക്കേഷൻസിൻ്റെ പേരാണ് സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗേഷ്യസ് സൊല്യൂഷൻ. അപ്പോൾ പേരെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ ബേസിലാണ് പേര് കൊടുത്തേക്കുന്നത്. സോൾവെൻറ്റ് മീൻസ് കൂടുതലുള്ള കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ്. സൊല്യൂഷനിൽ കൂടുതലുള്ള കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ്
സോൾവെൻറ്റ്. സോ സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ ടൈപ്പ് ഓഫ് സൊല്യൂഷന് വിളിക്കുന്ന പേരാണ് സോളിഡ് സൊല്യൂഷൻ. സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ വിളിക്കുന്ന പേര് ലിക്വിഡ് സൊല്യൂഷൻ. സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ വിളിക്കുന്ന പേര് ഗ്യാഷ്യസ് സൊല്യൂഷൻ. അപ്പോൾ 3 ടൈപ്പിലുള്ള സൊല്യൂഷൻസിനെ നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം. കാരണം സോളിഡ് സൊല്യൂഷനകത്ത് സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ സൊല്യൂട്ട് ആരൊക്കെ വരാം? സോളിഡ് വരാം, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം, അല്ലേ? അതുപോലെ ലിക്വിഡ് സൊല്യൂഷൻ്റെ കേസിലും സൊല്യൂട്ട് ആരൊക്കെ വരാം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം 9 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് ടോട്ടൽ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെ എക്സാമ്പിളൂടെ നമുക്ക് നോക്കണം. ഒന്നാമത്തെ സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ രണ്ടും സോളിഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ അലോയ്സ് അറിയാം, ലോഹസങ്കരങ്ങൾ എന്ന് വിളിക്കും. ഇവിടെ അലോയ്സ് എന്ന് പറയുമ്പോൾ 2 കമ്പോണൻറ്റുകൾ, 2 മെറ്റൽസ് ചേർന്നുണ്ടാകുന്ന അലോയ്സ്. ഒരു എക്സാമ്പിൾ ബ്രോൺസ്, ബ്രാസ് തുടങ്ങിയവയെല്ലാം സോളിഡ് ടൈപ്പ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. ഓക്കെ. ദെൻ രണ്ടാമത്തത് സോളിഡ് ലിക്വിഡ്. അപ്പോൾ സോൾവെൻറ്റ് മീൻസ് സോളിഡ് കൂടുതലായിരിക്കണം, ലിക്വിഡ് കുറവായിരിക്കണം. എക്സാമ്പിൾ അമാൽഗം ഓഫ് HG ആൻഡ് Na. HG മീൻസ് മെർക്കുറിയും സോഡിയവും കൂടെ ചേർന്നുണ്ടാകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡിന് എക്സാമ്പിളാണ്. HG മീൻസ് മെർക്കുറി. ഓക്കെ. ദെൻ സോളിഡ് ഗ്യാസിനകത്ത് സോളിഡ് കൂടുതലായിരിക്കണം, ഗ്യാസ് കുറച്ച് മതി. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ പലേഡിയം ഈസ് എ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. പലേഡിയം എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് പ്ലാറ്റിനം, പലേഡിയം, നിക്കൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? സോ പലേഡിയവും ഹൈഡ്രജൻ ഗ്യാസും തമ്മിലുള്ള സൊല്യൂഷൻ അഥവാ മിക്സർ എന്ന് പറയുന്നത് സോളിഡ് ഗ്യാസിന് എക്സാമ്പിളാണ്. ഓക്കെ. അപ്പോൾ സോളിഡ് സൊല്യൂഷൻ്റെ 3 കാറ്റഗറി കഴിഞ്ഞല്ലോ. സോളിഡ് ലിക്വിഡ്, സോളിഡ് ഗ്യാസ്. സോളിഡിന് എക്സാമ്പിൾ അലോയ്സ്, സോളിഡ് ലിക്വിഡിന് എക്സാമ്പിൾ അമാൽഗം ഓഫ് HG ആൻഡ് Na, സോളിഡ് ഗ്യാസിന് എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പലേഡിയം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷനാണ്. ലിക്വിഡ് സൊല്യൂഷൻ്റെ 3 കാറ്റഗറി. ഒന്നാമത്തത് ലിക്വിഡ് സോളിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് കൂടുതലായിരിക്കണം, സോളിഡ് കുറച്ച് മതി. അപ്പോൾ നോക്കിക്കേ, ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് സോളിഡ് സ്റ്റേറ്റ് ആണല്ലോ, ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ. രണ്ടാമത്തത് ലിക്വിഡ് എന്ന് പറയുമ്പോൾ 2 ലിക്വിഡ് ആയിരിക്കണം. എത്തനോൾ ഇൻ വാട്ടർ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻ വാട്ടർ. അപ്പോൾ ആൽക്കഹോൾ കുറച്ചെടുക്കുന്നു, വാട്ടർ കൂടുതൽ ഒഴിക്കുന്നു, അല്ലേ? സോ അത് ലിക്വിഡിന് എക്സാമ്പിൾ. ദെൻ ലിക്വിഡ് ഗ്യാസ്. അവിടെ ലിക്വിഡ് കൂടുതലായിരിക്കണം, ഗ്യാസ് കുറച്ച് മതി. ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ ഓക്സിജൻ വാട്ടർ. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സോഡ എന്തിന് എക്സാമ്പിളാണ്? ലിക്വിഡ് ഗ്യാസിന് എക്സാമ്പിളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ, സോഡ വാട്ടർ. ഓക്കെ. അപ്പോൾ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് സൊല്യൂഷൻ്റെ 3 കാറ്റഗറി നമ്മൾ പഠിച്ചു. ലിക്വിഡ് സോളിഡ്, ലിക്വിഡ് ഗ്യാസ്. ലിക്വിഡ് സോളിഡിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ലിക്വിഡിന് എക്സാമ്പിൾ എത്തനോൾ ഇൻ വാട്ടർ. ലിക്വിഡ് ഗ്യാസിന് എക്സാമ്പിൾ ഓക്സിജൻ ഇൻ വാട്ടർ ഓർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോഡ വാട്ടർ. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഗേഷ്യസ് സൊല്യൂഷൻ. സോ ഗേഷ്യസ് സൊല്യൂഷൻ്റെ 3 കാറ്റഗറി: ഗ്യാസ് സോളിഡ്, ഗ്യാസ് ലിക്വിഡ്, ഗ്യാസ് സോളിഡ് നോക്കിക്കുക. ഇപ്പോൾ അവിടെ ഗ്യാസ് ആയിരിക്കണം കൂടുതൽ, സോളിഡ് കുറച്ച് മതി. ക്യാംഫർ നൈട്രജൻ ഗ്യാസ്. ക്യാംഫർ മീൻസ് കർപ്പൂരം. ക്യാംഫറും നൈട്രജൻ ഗ്യാസും കൂടെ ഉള്ള മിക്സർ. അപ്പോൾ ഇവിടെ നൈട്രജൻ ഗ്യാസ് കൂടുതലായിരിക്കും, ക്യാംഫർ പൗഡർ ഫോമിലുള്ള ക്യാംഫർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നമ്മൾ എടുത്തിട്ടുള്ളത്. ദെൻ ഗ്യാസ് ലിക്വിഡ്. ഹ്യൂമിഡിറ്റി അറിയാം. വാട്ടർ വേപ്പറിന് എയറിന് വിളിക്കുന്ന പേരാണ് ഹ്യൂമിഡിറ്റി, ആർദ്രത എന്നൊക്കെ വിളിക്കും മലയാളത്തിൽ. ദെൻ ഗ്യാസ് ലിക്വിഡിന് എക്സാമ്പിളാണ് ഹ്യൂമിഡിറ്റി. ദെൻ അവസാനത്തിൻ്റെ പേരാണ് ഗ്യാസ് മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ. അതായത് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 2 നോൺ റിയാക്ടിങ് ആയിട്ടുള്ള ഗ്യാസ്, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്കെ. അപ്പോൾ ഗ്യാസിൻ്റെ എക്സാമ്പിളാണ് മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്, solutions can be classified into 3 categories: solid solution, liquid solution and gaseous solution. അപ്പോൾ ഇവരുടെ എല്ലാം എക്സാമ്പിൾസാണ് നമ്മൾ പഠിച്ചത്. എല്ലാം നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. then അടുത്ത പാർട്ടെന്ന് പറയുന്നത് എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ്. സോ വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ? എന്താ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്രത്തിൽ കാണിച്ചേക്കുന്ന ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് അങ്ങോട്ട് കുറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ എന്താണെന്ന് നോക്കിക്കാം. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻറ്റ് ഓർ സൊല്യൂഷൻ. ഒരു ഗിവൺ ക്വാണ്ടിറ്റി സോൾവെൻറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ നമ്മൾ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കുന്നു. ആ ഡിസോൾവ് ചെയ്യിക്കുന്ന
സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ എന്താണെന്ന് നോക്കിക്കേ. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻറ്റ് ഓർ സൊല്യൂഷൻ. ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതായത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കാം. ആ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ പറ്റിയിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓരോ മെത്തേഡായിട്ടാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേരാണ് മാസ് പെർസെൻറ്റേജ്. ഒന്നാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡിൻ്റെ പേരാണ് മാസ് പെർസെൻറ്റേജ്. നോക്കിക്കുക, എന്താ മാസ് പെർസെൻറ്റേജ്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ. എന്താ ഡെഫിനേഷൻ നോക്കിക്കേ. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ. നോക്കിക്കേ, മാസ് പെർസെൻറ്റേജ് കണ്ടെത്താനുള്ള ഇക്വേഷൻ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെ ഏത് കമ്പോണൻറ്റിൻ്റെയാണോ മാസ് പെർസെൻറ്റേജ് കണ്ടെത്തേണ്ടുന്നത് അതിൻ്റെ മാസിനെ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. ഇനി നമ്മൾ അങ്ങോട്ട് സോൾവെൻറ്റിന് എ എന്നും സൊല്യൂട്ടിന് ബി എന്നും റെപ്രസെൻറ്റേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. സോൾവെൻറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ആസ് എ ആൻഡ് സൊല്യൂട്ട് ഈസ് റിപ്രസെൻറ്റഡ് ആസ് ബി. അങ്ങനെയെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് നമ്മൾ എ എന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെ? മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ബി എങ്ങനെ എഴുതാം? മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ബി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ആരുടെയാണോ മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത് അയാളുടെ മാസിനെ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് മാസ് പെർസെൻറ്റേജ്. രണ്ടാമത്തതിൻ്റെ പേരാണ് വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ്. ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേരാണ് വോളിയം പെർസെൻറ്റേജ്. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് വോളിയം പെർസെൻറ്റേജ്? ഡെഫിനിഷൻ പഴയ പോലെ തന്നെ. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. നേരത്തെ മാസമായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ വോളിയം പറയുന്നതേ ഉള്ളൂ. സോ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. ആരുടെയാണ് വോളിയം പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത് അയാളുടെ വോളിയത്തിനെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേര് വോളിയം പെർസെൻറ്റേജ്. ദെൻ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ എന്താണെന്ന് നമുക്കറിയാം, സോൾവെൻറ്റ് അല്ലേ. വോളിയം പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് സോൾവെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതായത് എ സോൾവെൻറ്റിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ബി എങ്ങനെ ആയിരിക്കും? വോളിയം പെർസെൻറ്റേജ് ഓഫ് ബി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ബി ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനേ ഉള്ളൂ, മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും. ഇനി മൂന്നാമത്തെ ക്വാണ്ടിറ്റിയുടെ പേരാണ് പാർട്സ് പെർ മില്യൺ അഥവാ PPM, പാർട്സ് പെർ മില്യൺ. ശ്രദ്ധിച്ച്, എന്താ പാർട്സ് പെർ മില്യൺ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് പാർട്സ് ഓഫ് എ കമ്പോണൻറ്റ് ഇൻ മില്യൺ പാർട്സ് ഓഫ് ദ സൊല്യൂഷൻ. അതായത് മില്യൺ പാർട്സിലുള്ള നമ്പർ ഓഫ് കമ്പോണൻസിനെ വിളിക്കുന്ന പേരാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. PPM ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ് ഇൻറ്റു 10⁻�6. ഇവിടെ നമ്മൾ 10⁻�6 ഉപയോഗിക്കാനുള്ള കാരണം മില്യണിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ 10⁻�6. നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം പെർസെൻറ്റേജ് ആയിരുന്നു, അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ 10⁻�6 ഉപയോഗിക്കാനുള്ള കാരണം പാർട്സ് പെർ മില്യൺ, മില്യണിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് പാർട്സ് പെർ മില്യൺ? PPM ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. നാലാമത്തത് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് കൈ, CHI, കൈ. ഒരു ഗ്രീക്ക് വേർഡാണ്. കൈയുടെ റെപ്രസെൻറ്റേഷൻ എക്സ് പോലെയാണ് നമ്മൾ എഴുതുന്നത്, കൈ. സോ വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? എന്താ മോൾ ഫ്രാക്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. അതായത് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ കാൽക്കുലേഷനാണ് നടത്തുന്നത്. ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത് അയാളുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ഇക്വേഷൻ നോക്കിക്കേ.
മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത് അയാളുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ കൈ. ഓക്കെ, ദെൻ കൈ എ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സോൾവെൻറ്റ്. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് ഈസ് ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. സോ നമ്മളൊരു ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ രണ്ട് കമ്പോണൻറ്റുകൾ മാത്രമേ കാണൂ എന്നാണ് പറഞ്ഞത്, എയും ബിയും. എ ഇസ് ദ സോൾവെൻറ്റ് ആൻഡ് ബി ഇസ് ദ സൊല്യൂഷൻ. അപ്പോൾ ബി ഇസ് ദ സൊല്യൂട്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻ എ പ്ലസ് എൻ ബി. അപ്പം എയുടെ ആയതുകൊണ്ട് എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. അപ്പോൾ കൈ ബി ആണെങ്കിൽ വാട്ട് ഈസ് കൈ ബി? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി. ബി ഫോർ സൊല്യൂട്ട്. ബി ആർക്കുള്ള റെപ്രസെൻറ്റേഷനാണ് സൊല്യൂട്ടിനുള്ള. അപ്പം കൈ ബി ഈസ് ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഓക്കെ, then what is the equation for calculating chi a or mole fraction of a? Na divided by Na plus Nb, and chi b is equal to Nb divided by Na plus Nb. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾവെൻറ്റിനെ സൊല്യൂട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എയും ബിയും ഉപയോഗിക്കും. ഓക്കെ, ദെൻ കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1. എക്സ് എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇതാണ് കൈ എ പ്ലസ് കൈ ബി. അതായത് ഒരു ബൈനറി സൊല്യൂഷൻ്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും, 1 ആയിരിക്കും. ഒരു ബൈനറി സൊല്യൂഷൻ രണ്ട് കമ്പോണൻറ്റ് സോൾവെൻറ്റ് സൊല്യൂട്ട്, സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ പ്ലസ് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. ഓക്കെ, that is in a given solution sum of the mole fractions of all the components is unity. അതായത് എയുടെയും ബിയുടെയും രണ്ട് കമ്പോണൻറ്റിൻ്റെയും കൂടെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റി ആയിരിക്കും. മോൾ ഫ്രാക്ഷൻ ഹാസ് നോ യൂണിറ്റ്. ഇവിടെ എല്ലാം നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ കാൽക്കുലേഷൻ നടന്നതുകൊണ്ട് നമ്മുടെ മോൾ ഫ്രാക്ഷൻ എന്തില്ല, യൂണിറ്റ് ഇല്ല. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള നാലാമത്തെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡിൻ്റെ പേരാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ 4 എണ്ണമായി. ഒന്നാമത്തെ പേര് മാസ് പെർസെൻറ്റേജ്, 2 വോളിയം പെർസെൻറ്റേജ്, 3 PPM അഥവാ പാർട്സ് പെർ മില്യൺ, 4 മോൾ ഫ്രാക്ഷൻ. നമ്പർ 5 അഞ്ചാമത്തിൻ്റെ പേരാണ് മൊളാരിറ്റി. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൊളാരിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിക്കാം. ദെൻ വാട്ട് ഈസ് മൊളാരിറ്റി? മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസിനെ എൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, വോളിയം ഓഫ് സൊല്യൂഷനെ വി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ വി, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ദെൻ ഇക്വേഷൻ നമുക്ക് എഴുതാം എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് ബി അല്ലേ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ്. ദെൻ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഡിവൈഡഡ് ബൈ വി ബൈ 1000. എന്തുകൊണ്ട് 1000? വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. മില്ലി ലിറ്ററിൽ തരുന്ന വോളിയത്തിനെ ലിറ്ററാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് 1000 ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എം ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു 1000 divided by V. That is the equation for calculating molarity. M is equal to WB divided by MB into 1000 divided by V. Okay. Then what is the unit of molarity? The unit of molarity is mole per liter or molar. Mole per liter. എന്തുകൊണ്ട് mole per liter? Mole per liter or molar. That is the unit of molarity. Then what is the equation for calculating molarity? നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ WB divided by MB into 1000 by V. Then what is WB? Weight of solute. What is MB? Molecular mass of solute. Then what is V? Volume of solution in milliliter. മില്ലിലിറ്ററിനെ ലിറ്ററാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 1000 ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ആറാമത്തതിൻ്റെ പേര് മൊളാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്മോൾ ലെറ്റർ എം ഉപയോഗിക്കാം. ദെൻ വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് മൊളാലിറ്റി ഡെഫിനേഷൻ നോക്കിക്കേ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി. നേരത്തെ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആയിരുന്നു, ബട്ട് ഇവിടെ പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കാം.
മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാം. എം ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB. അങ്ങനെ വന്നു വെയിറ്റ് ബൈ മോളിക്കുലർ വെയിറ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് അടുത്തെടുത്ത പോലെ, ബട്ട് ഡിവൈഡഡ് ബൈ WA by 1000. WA വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആക്കി മാറ്റാൻ വേണ്ടി നമുക്ക് 1000 ഉപയോഗിക്കാം. അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് മൊളാലിറ്റി. മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA. ഓരോ ടേമുകൾ നോക്കാം. വാട്ട് ഈസ് WB? വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. വാട്ട് ഈസ് MB? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. വാട്ട് ഈസ് WA? വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ ഗ്രാം. അതിനെ കിലോഗ്രാം ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് 1000 ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ മൊളാലിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്. ദ യൂണിറ്റ് ഓഫ് മൊളാലിറ്റി ഈസ് മോൾ പെർ കിലോഗ്രാം. മോൾ പെർ കിലോഗ്രാം ഓർ മൊളാൽ. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊളാലിറ്റി. ദെൻ ഏഴാമത്തതും അവസാനത്തതുമായിട്ടുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡാണ് നോർമാലിറ്റി. നോർമാലിറ്റി നമ്മൾ ഈ വർഷം നമുക്ക് കെമിസ്ട്രിക്ക് പ്രാക്ടിക്കലിൽ അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് നോർമാലിറ്റിയുടെ കാൽക്കുലേഷനൊക്കെ. സോ വാട്ട് ഈസ് നോർമാലിറ്റി? എന്താ നോർമാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതായത് ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ടിന് വിളിക്കുന്ന പേരാണ് നോർമാലിറ്റി. Then what is the equation? Normality is equal to number of gram equivalents of solute divided by volume of solution in liter. മൊളാരിറ്റിയെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഗ്രാം ഇക്വലൻസിൻ്റെ കാൽക്കുലേഷനാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഇക്വേഷൻ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ദെൻ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് അല്ല, ഈക്വലൻ്റ് വെയിറ്റ്. വെയിറ്റ് ഡിവൈഡഡ് ബൈ ഈക്വലൻ്റ് വെയിറ്റ് ഇൻറ്റു 1000 ബൈ V. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഈക്വലൻ്റ് വെയിറ്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലർ വെയിറ്റ് ആൻഡ് ഈക്വലൻ്റ് വെയിറ്റ്? ഇക്വലൻ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഓർ മോളാർ മാസ് ഡിവൈഡഡ് ബൈ N. മോളാർ മാസിനെ N കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഇക്വലൻ്റ് വെയിറ്റ് കിട്ടുന്നത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് നോർമാലിറ്റി? വെയിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് വെയിറ്റ് ഇൻറ്റു 1000 ബൈ V. ഓക്കെ, ദ യൂണിറ്റ് ഓഫ് നോർമാലിറ്റി ഈസ് നോർമൽ. നോർമാലിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നോർമൽ, അല്ലെങ്കിൽ N കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ശ്രദ്ധിച്ചേ, മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ ആൻഡ് മൊളാലിറ്റി. 4 ടൈമുകൾ നമ്മൾ പഠിച്ചതാണ്. മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ ആൻഡ് മൊളാലിറ്റി ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇവർ 4 പേരും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരൊക്കെയാ? മാസ് പെർസെൻറ്റേജ്, ppm, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. എന്നാൽ മൊളാരിറ്റി, നോർമാലിറ്റി ആൻഡ് വോളിയം പെർസെൻറ്റേജ് ആർ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊളാരിറ്റി, നോർമാലിറ്റി ആൻഡ് വോളിയം പെർസെൻറ്റേജ് ആർ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. എന്നുള്ള റീസണാണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് വോളിയം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് ദ മാസ് ഡസ് നോട്ട്. വോളിയം മാത്രമാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതൊക്കെ ക്വാണ്ടിറ്റീസിൽ? മൊളാരിറ്റി, നോർമാലിറ്റി, വോളിയം പെർസെൻറ്റേജ്. ഇവിടെ എല്ലാം നമ്മൾ വോളിയത്തിൻ്റെ കാൽക്കുലേഷൻ നടത്തും. സോ വോളിയത്തിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്ന കേസസ്, അതായത് മൊളാരിറ്റിയിലും നോർമാലിറ്റിയിലും വോളിയം പെർസെൻറ്റേജിലും എല്ലാം അത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ വോളിയം കാൽക്കുലേഷൻ നടത്താത്ത മാസ് പെർസെൻറ്റേജ്, ppm, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, ഇവരെല്ലാം എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള 7 മെത്തേഡ്സ് പഠിക്കുകയുണ്ടായി. 7 മെത്തേഡ്സിൻ്റെ പേര് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്, 2 വോളിയം പെർസെൻറ്റേജ്, 3 ppm അഥവാ പാർട്സ് പെർ മില്യൺ, 4 മൊളാരിറ്റി, ദെൻ മൊളാലിറ്റി, ദെൻ മോൾ ഫ്രാക്ഷൻ, ദെൻ അവസാനത്തത് നോർമാലിറ്റി.